പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സജീവ്, സ്ഥലം വർക്കല. സ്വത്രം കർത്താവിൻ്റെ വേലയിലും സ്വത്രം അധികമായി നിൽക്കുവാൻ ദൈവം അടിയാനെ ഭാഗ്യം ചെയ്തല്ലോ. ഹല്ലേലൂയ. സ്വത്രം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വത്രം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവഹിതം എന്താണെന്ന് അറിയുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയുവാൻ സ്വത്രം. ഹല്ലേലൂയ. നമ്മെ യേശു കർത്താവ് വിളിച്ചു വേർതിരിച്ച കാരണം എന്താണെന്നറിയാമോ? മദ്യത്തിലും മയക്കുമരുന്നിലും കഞ്ചാവിലുമായിരുന്ന നമ്മെ ഓരോരുത്തരും ദൈവം സ്വത്രം ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം ആ ചേറ്റിൽ നിന്ന് ദൈവം നമ്മളെ സ്വത്രം വിളിച്ചു വേർതിരിച്ച എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ നാമത്തിനെ ഉയർത്താൻ വേണ്ടി സ്വത്രം, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി സ്വത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. എൻ്റെ സ്ഥലം വർക്കലയാണ്. സ്വത്രം. ദൈവം നമ്മളെ ഈ വർക്കല ദേശത്തിൻ്റെ അകത്ത് ദൈവം ആക്കാൻ കാരണം എന്തെന്നറിയാമോ? ദൈവം വിളിച്ചു വേർതിരിച്ചു ദൈവസന്നിധിയിലേക്ക് നിൽക്കുവാൻ വേണ്ടി. ഞാൻ പല പ്രാവശ്യവും വീണും തളർന്നും കർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ജീവിതത്തിൻ്റെ അകത്ത്. യേശു എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൻ്റെ അകത്ത്, എന്നാൽ സർവശക്തനായിരിക്കുന്ന യഹോവ ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തിയല്ലോ. യഹോവ നമ്മളെ ഓരോരുത്തരും കരുതിയല്ലോ. സ്വത്രം. യഹോവ നമ്മളെ ഓരോരുത്തരും നടത്തിയല്ലോ. തൻ്റെ ഭക്തൻ്റെ ആഗ്രഹത്തെ ദൈവം ഉള്ളത്തെ തുറക്കുന്ന ദൈവം, തൻ്റെ ഭക്തൻ്റെ ആഗ്രഹത്തെ ദൈവം തുറക്കുന്നത് പോലെ സ്വത്രം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. സ്വത്രം. നമ്മുടെ മേൽ ജ്ഞാനം പകരണമെങ്കിൽ എന്തായിരിക്കണം? പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തിനെ ബലപ്പെടുത്തണം, ദൈവത്തിന് ശക്തീകരിക്കണം. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. തിരുവെഴുത്ത് ഒരു വാക്യം വായിക്കുന്നത് സ്വത്രം, അല്ലെങ്കിൽ ഒരു വാക്യം പറയുന്നത് അപ്രകാരം എങ്ങനെയായിരിക്കാം? സ്വത്രം. 4-ാം സങ്കീർത്തനം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം നൽകണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്കൊരു വിശാലത വരുത്തിയല്ലോ. സ്വത്രം. എനിക്ക് വിശാലത വരുത്തിയ എൻ്റെ യഹോവയായ ദൈവം ആ ഞെരുക്കത്തിൻ്റെ അകത്ത് നിന്നപ്പോഴും, ആ പ്രതികൂലമേറിയ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്നപ്പോഴും യഹോവ നമുക്ക് വേണ്ടി വിശാലത വരുത്താൻ കാരണം എന്താ? അന്ന് നിന്ന് ഞെരുക്കത്തിൻ്റെ അകത്ത, വേദനയ്ക്കകത്ത, ഭാരത്തിൻ്റെ അകത്ത, ദുഃഖത്തിൻ്റെ അകത്ത ഇന്ന് ക്രിസ്തുവിൽ നാം എന്തായിരിക്കണം? ജയോത്സവമായി കൊണ്ടാടണം കർത്താവിനെ. ദൈവത്തിൻ്റെ ഒരു നല്ലൊരു സ്വത്രം ജയാളിയായി മാറണം. കർത്താവിൻ്റെ നല്ലൊരു സ്വത്രം പടയാളിയായി മാറണം, പൊരുതണം ദേശത്തിൻ്റെ അകത്ത്. സ്വത്രം. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് എന്തിനാ? യുദ്ധം ചെയ്യാനാ വേണ്ടിയാ. പ്രാർത്ഥന എന്ന യുദ്ധത്തിൻ്റെ അകത്ത് നാം നിൽക്കണം. പ്രാർത്ഥന എന്ന യുദ്ധത്തിൻ്റെ അകത്ത് നാം നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ കൽപ്പന. എന്താ? സ്വത്രം. പുറപ്പാട് 14:14 അപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്വത്രം. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന എന്തിനാ? നമ്മുടെ ആരുടെ ഒന്നും മിണ്ടാതിരിപ്പാൻ. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ നോട്ടത്തിലോ ചിന്തയിലോ ഒന്നും മിണ്ടാതിരിപ്പാൻ. പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ ഒരു യുദ്ധമായി തീരണമെങ്കിൽ സ്വത്രം എൻ്റെ കൂടെ ആരുണ്ട്? യുദ്ധവീരനായിരിക്കുന്ന യഹോവയായി ദൈവമുണ്ട്. യഹോവ നമ്മളെ കരുതിയിട്ടുണ്ട്. യഹോവ നമ്മളെ ക്ഷേമമായി പോറ്റിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. സ്വത്രം. അതില്ലയോ സ്വത്രം, നമ്മൾ എന്നും പട്ടുപോകും, തളർന്നു പോവും, വേദനിക്കപ്പെടും, പരാജയപ്പെടും. എന്നാൽ ദൈവം നമ്മളെ എവിടെയാണ് നട്ടിരിക്കുന്നത്? ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നത്. തക്ക കാലത്ത് ഫലം കാണുന്നത് പോലെ സ്വത്രം. ദൈവത്തിൻ്റെ ഫലം നമ്മളാ. ദൈവത്തിൻ്റെ ഫലം ആരാ? ഞങ്ങളാ. സ്വത്രം. ദൈവം എവിടെ നട്ടിരിക്കുന്നത്? ആറ്റിരിക്കത്ത്. സ്വത്രം. തക്കകാല ഫലം കാണാൻ വേണ്ടിയിരിക്കുന്നതാ. സ്വത്രം. ദൈവം നമ്മൾ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഇല വാടാത്തതുമായ ആ വൃക്ഷം. സ്വത്രം. ദൈവത്തിൻ്റെ സ്വത്രം നട്ടിരിക്കുന്ന ആ വൃക്ഷത്തിന് എന്ത് പറ്റും?
കേടുപാട് വന്നിട്ടുണ്ടെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ മെയിൻറ്റേജ് ചെയ്തു കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എവിടെയോ സ്വത്രം തകർന്നു പോയിട്ടുണ്ടോ, എവിടെയോ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയോ ഭാരപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ അകത്ത് ദൈവത്തിന് ഹല്ലേലൂയ മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുവാനുള്ള ദൈവമുണ്ട്. അതത്ര നീതിയായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം പറയുന്നത്, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം നൽകണമേ. സ്തോത്രം. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്കൊരു വിശാലത വരുത്തി. ഇന്ന് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പച്ച, ഈ വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരവടന്ന് ചലിച്ചാനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശക്തിയാൽ ദൈവം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ. അപ്പച്ച, ഈ മീഡിയയിൽക്കകത്ത് പ്രാർത്ഥിക്കുക, ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു പിതാവേ. സകലത യേശുവിൻ്റെ അധികാരമുള്ള നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. ആമേൻ.